യേശുവിൽ ശാപവിമുക്തി മറ്റന്നാൾ തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ, നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ കേട്ട സന്ദേശം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദറിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിശ്ചയമായിട്ടും നമുക്കത് അനുഗ്രഹമാകും. നമ്മുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം അത് മുഖാന്തരം ഉണ്ടാകും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് in Christ Jesus. ക്രിസ്തു യേശുവിൽ ആശ്രയിക്കുന്നവർ, I want to tell you very clearly, വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, you are not to be having any tension. You don't have to be afraid of anything in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുകയോ ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട. Because everything now is running with the principles of the kingdom. കാരണം ഇന്ന് സകലതും ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. My job is to have the fellowship with him, which he has extended through his relationship. എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്വം ദൈവം തന്റെ ആ സ്നേഹബന്ധത്തിന്റെ കരം നീട്ടിയപ്പോൾ അവനോട് കൂട്ടായ്മയുടെ കരം നീട്ടുക എന്നുള്ളത് മാത്രമാണ്. Verse 2 the Bible says, രണ്ടാം വാക്യം വേദപുസ്തകം പറയുന്നു, indeed the gospel was preached to us as well as to them, but the word they heard did not profit to them, because it was not mixed with faith from those who heard it. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. The truth is, when you trust in Jesus, when you have faith in him, rest, peace and joy should dwell in your hearts. സത്യം ഇതാണ്, നാം അവനിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ആമേൻ. ഞാനല്ല പറഞ്ഞേ, കർത്താവ് പറഞ്ഞ do not worry. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അതിന്റെ അർത്ഥം എന്താ? ഒന്നോടെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞ ആളാരാ? യേശു ആരാ? ആ 2000 വർഷം മുമ്പേ വന്ന ഏതോ ഒരാള് ആണോ? ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടോ? കൈ അടിക്കാൻ വരട്ടെ. കൈ അടിച്ച് ഇപ്പുറത്തോട്ട് മറിയോ എന്താകും എന്ന് പറയരുത്. ആരില്ല നമ്മുടെ വിശ്വാസം? ആണോ? ഉറപ്പാണേ? അങ്ങനെയാണെങ്കിൽ താൻ പറഞ്ഞ ഓരോ വാക്കിലും വിശ്വസിക്കണം.
If he said do not worry, means do not worry. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. Because കാരണം he has already prepared the provision for everything that you would require now until the end of your life. അതിന്റെ കാരണം ഇന്ന് നിനക്ക് ആവശ്യമുള്ളത്, നിന്റെ ജീവിതാവസാനം മുഴുവൻ ആവശ്യമുള്ളത് എല്ലാം അവൻ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ടെൻഷൻ എന്തിനെ കുറിച്ചാ? നാളത്തെ കുറിച്ചല്ലേ ടെൻഷൻ. അതിന് നാളെ ആയില്ലല്ലോ. അയ്യോ മകളുടെ വിവാഹം അല്ല ആയില്ലല്ലോ. ആയോ? ഇപ്പോൾ ടെൻഷൻ അടിച്ച് വെറുതെ BP കൂട്ടണോ? വേണോ? കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത്. Many a times we don't understand things that are happening in our life. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകാറില്ല. Oh, what a plan God has kept for us. ദൈവം നമുക്ക് വേണ്ടി എത്ര മനോഹരമായ മഹത്വമായ പദ്ധതി ഒരുക്കി. കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Hallelujah. Hallelujah. We are walking in the perfect plan. നാം ആ തികഞ്ഞ പദ്ധതിയിലാണ് ജീവിക്കുന്നത്. അയ്യോ മക്കളുടെ വിദ്യാഭ്യാസം എന്താകും, അവരുടെ ഭാവി എന്താകും, മക്കൾ ദൈവത്തിന്റെ ദാനമാ. ആമേൻ. മക്കളെ ഞാൻ പഠിപ്പിക്കും, ആമേൻ. അവരെ ഞാൻ ഉയർത്തുന്നു പറഞ്ഞ ആള് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി നിൽക്കുക. Hallelujah. Hallelujah. We are getting tensed, we are getting worried as if Jesus is not on the throne. യേശു കർത്താവ് സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നില്ല എന്നതുപോലെയാ നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിക്കുന്നത്, ഭാരപ്പെടുന്നത്. My dear, he is total Lord of Lords. He is the Alpha, the Omega, the beginning and the end. He is Jesus seated at the right hand of the Father and he reigns even today. പ്രിയ സ്നേഹിത, അവൻ കർത്താധി കർത്താവും രാജാധി രാജാവും സിംഹാസനത്തിൽ അമർത്യതയോടെ ഇരിക്കുന്നവനും അവൻ ദൈവത്തിന്റെ രാജാധി രാജാവായി വാഴുന്ന ദൈവമായിരിക്കുന്നവൻ തന്നെ. Understand this. ഇത് മനസ്സിലാക്കുക. Understand this. ഇത് മനസ്സിലാക്കുക. The Bible says വേദപുസ്തകം പറയുന്നു, they also heard the gospel. അവരും ആ സുവിശേഷം സദ്വർത്തമാനം But കേട്ടവർ. because they did not mix it with faith. എന്നാൽ അവര് ആ കേട്ട വചനത്തെ വിശ്വാസമായി ഇളക്കി ചേർക്കാഞ്ഞതുകൊണ്ട് they did not get rest. അവർക്ക് സ്വസ്ഥത കിട്ടിയില്ല. Faith in the word of God. ദൈവവചനത്തിലുള്ള വിശ്വാസം. Faith in him. അവനിലുള്ള വിശ്വാസം. Oh, look at Jesus. യേശുവിനെ ഒന്ന് നോക്ക്. Look at his walk in his life. അവൻ തന്റെ ജീവിതം അതെങ്ങനെയാ നടത്തിയതെന്ന് നോക്കിയേ. The Bible says, വേദപുസ്തകം പറയുന്നു, we all know that incident. നാം ആ സംഭവം എല്ലാവരും അറിയുന്നതാ. Might be 20,000 people sitting in front of him. അവന്റെ മുമ്പിൽ 20,000 പേര് ഇരിക്കുകയായിരിക്കും. 5,000 men, women, children, 20,000 children. 5,000 പുരുഷന്മാര്, അങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉൾപ്പെടെ 20,000-ഓളം പേർ. And he asked Philip, what can we give them to eat? ഫിലിപ്പോസിനോട് താൻ ഇങ്ങനെ ചോദിച്ചു, ഫിലിപ്പോസേ ഇവർക്ക് ഭക്ഷിപ്പാൻ നാം എന്ത് കൊടുക്കും? Philip got tensed. ഫിലിപ്പോസിന് വേവലാതിയായി. 200 worth of denarii not sufficient. ആകപ്പാടെ 200 ദിനാറുണ്ട് കയ്യിൽ, അതുകൊണ്ട് എന്താകാനാ? Hallelujah. Hallelujah. The word says Jesus asked him, testing him. ആ വചനം പറയുക, യേശുവിനോട് ചോദിച്ചു, അവനൊന്ന് പരീക്ഷിച്ച് ചോദിച്ചതാ. Jesus doesn't have anything in his hands. യേശുവിന്റെ കയ്യിൽ ഒന്നുമില്ല. But he knows. എന്നാൽ തനിക്ക് ഒന്നറിയാം. The one who has sent him തന്നെ അയച്ചവനുണ്ടല്ലോ will provide for everything that is happening. അവിടെ നടക്കുന്ന സകലത്തിനും വേണ്ടി കരുതാൻ കഴിവുള്ളവൻ. He is calm. അവൻ ശാന്തനാണ്. He is silent. അവൻ നിശബ്ദനായിട്ടിരിക്കുക. Philip, what can we do? ഫിലിപ്പോസേ നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? Oh, Philip is looking at his pocket. ഫിലിപ്പോസ് പോക്കറ്റിലെല്ലാം തപ്പി നോക്കുക. അയ്യോ 200 ദിനാർ നടക്കത്തില്ല ആകെ കർത്താവേ. 200 ദിനാറുണ്ട്. ഇത് കൊണ്ടൊന്നും എടുത്ത് ചാടരുതേ. ആമേൻ. Hallelujah. ഹല്ലേലൂയ. But the word is so beautiful. എന്നാൽ ആ വചനം എത്ര മനോഹരമാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, there came Andrew and said,
whatever you have, give it into his hand. അവിടെ അന്ത്രയോസ് വന്നിട്ട് പറയുക, നിന്റെ കയ്യിലുള്ളത് മുഴുവൻ അവന്റെ കയ്യിലൊന്ന് He ഏൽപ്പിക്കുക. has trust. He knows who Jesus is. അവന് യേശു ആരാണെന്ന് അറിയാം. അവൻ യേശുവിൽ ആശ്രയിച്ചു. They gave the two fish and 5 loaf of bread. 5 അപ്പവും 2 മീനും യേശുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. Jesus does not make a scene over there. യേശു അവിടെ വലിയ ഒരു സീനൊന്നും കാണിച്ചില്ല. What Jesus did over there is what we have to do in our life. യേശു അവിടെ അന്ന് ചെയ്തത് നാം ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചെയ്യണം. He glorified God for what he had. തന്റെ കയ്യിലുള്ളതിനെ ചൊല്ലി അവൻ ദൈവത്തിന് മഹത്വം കരേറ്റി. നമ്മുടെ പരാതി മുഴുവൻ ഇല്ലായ്മയെ കുറിച്ചല്ലേ, ഇന്ന് പകൽ അതൊന്ന് മാറ്റി ഉള്ളതിനെ ഓർത്തൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഇല്ലായ്മ ഒരിക്കലും വരുത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇല്ലായ്മയെ കുറിച്ച് പെറുപെറുക്കത്തോണ്ടിരിക്കും തോറും ഇല്ലായ്മ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവേ, ഈ 2 മീനും 5 അപ്പവും ഉണ്ടല്ലോ, നന്ദി, ബാക്കി ഒന്നും എനിക്ക് വേണ്ട, അങ്ങ് ഇത് തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് താഴോട്ടിട്ടുമ്പോ 12 കൊട്ട നിറച്ചു നിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കാലം. ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ഒരിന്നും കുറവ് വരുത്തില്ല. കുറവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിൽ കുറവും ക്ഷാമവും ഒരിക്കലും മാറത്തുമില്ല. വീണ്ടും പറയാം, ഉള്ളതിനെ ഓർത്ത് കർത്താവേ, ഇന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം തന്നതിനായി സ്തോത്രം, നടക്കാനുള്ള ആരോഗ്യം തന്നതിനായി സ്തോത്രം. വണ്ടിയില്ല എന്നുള്ള പരാതിയല്ല, നടന്നു പോകാനുള്ള നീ ആരോഗ്യം തന്നതിനായി സ്തോത്രം. ഒന്ന് എല്ലാത്തിനും സ്തോത്രം ചെയ്തു നോക്കിക്കേ, അതാ വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് കിട്ടിയിട്ട് സ്തോത്രം ചെയ്യുന്നതല്ല, ഉള്ളതിന് സ്തോത്രം ചെയ്യുമ്പോൾ ഇല്ലായ്മ എല്ലാം മാറി 5000 അല്ല 20,000 ഒക്കെ പേർക്ക് തൃപ്തി വരുന്നത് കൊടുക്കുക മാത്രമല്ല, മിച്ചം എടുക്കാനൂടെ തിരിച്ചു കാണും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശുക്രിസ്തുവിൽ ശാപവിമുക്തി തൃശ്ശൂരിലെ നമ്മുടെ വലിയ മീറ്റിംഗ് മറ്റന്നാൾ വ്യാഴാഴ്ച വൈകിട്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ വെള്ളി, ശനി, ഞായർ രാവിലെയും വൈകിട്ടും മീറ്റിംഗ് ഉണ്ടായിരിക്കും. യേശുവിൽ ശാപവിമുക്തി മറ്റന്നാൾ തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. Jesus did not look at the circumstance. Jesus did not look at Philip. He looked at his father. യേശു കർത്താവ് സാഹചര്യത്തെ നോക്കിയില്ല, ഇല്ല എന്ന് പറഞ്ഞ ഫിലിപ്പോസിനെ നോക്കിയില്ല, അവൻ നോക്കിയത് തന്റെ പിതാവിങ്കിലേക്കാണ്. I want to tell you very thing. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Your co-believer who is sitting next to you, നിന്നോട് ചേർന്ന് മുട്ടിയിരിക്കുന്ന നിന്റെ കൂട്ടുവിശ്വാസി, he might give you effects of doubt. അവൻ ചിലപ്പോൾ നിനക്ക് സംശയത്തിന്റെ വിത്തുകൾ നിന്റെ ഉള്ളിൽ തന്നേക്കാം. I want to tell you, എന്നാൽ ഞാൻ ഒന്ന് പറയാം, don't trust his word. അവന്റെ വാക്കിനെ നീ Don't trust her word. അവളുടെ വാക്ക് നീ ആശ്രയിക്കരുത്. Trust only the one who began a good work in you, and that is Jesus Christ. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരുവനുണ്ടല്ലോ, യേശു ക്രിസ്തു. അവന്റെ വാക്കിൽ മാത്രമേ നീ And ആശ്രയിക്കൂ. glorify him for what he has already done. അവൻ നിനക്ക് ചെയ്തു തന്നതിനെ ഓർത്ത് അവന് മഹത്വം കരേറ്റ്. Hallelujah. Hallelujah. And that is why the Bible says, അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു, bringing into captivity everything that exalts against the knowledge of Christ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചയെയും പിടിച്ചടക്കി. മലയാളത്തിൽ പറയുന്ന ഇടിച്ചു കളയാനാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, നിന്റെ മകന്റെ ഫീസിന്റെ കാര്യം എന്തായി തീരും എന്ന് പറഞ്ഞ ഉയരുന്ന ആ ഉയർച്ച, മകന്റെ ഫീസിന്റെ കാര്യം കൊടുക്കണമെന്ന് കർത്താവിന് അറിയത്തില്ലേ? അറിയാവോ? കർത്താവ് അതിന് കോളേജിനൊന്നും പോയിട്ടില്ലല്ലോ. വീടിന്റെ വാടക കൊടുക്കണ്ടെന്ന് കർത്താവിന് അറിയത്തില്ലേ? പുത്തൻ വീട് വേണമെന്ന് കർത്താവിന് അറിയോ? അറിയാവോ? എന്നാ കർത്താവ് നോക്കട്ടെ, നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, ചില കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിച്ചു, പക്ഷെ തക്ക സമയമായപ്പോൾ ഓക്കെ ആയി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അത് നോക്കിയാൽ മതി.
മുമ്പോട്ടും അങ്ങനെ തന്നെയാണ്. They heard it but did not mix it in faith. അവരത് കേട്ടുവെങ്കിലും അവർ വിശ്വാസമായി അവരിൽ അത് പരിണമിച്ചില്ല. ഞായറാഴ്ച തോറും കേട്ടോണ്ടായിരിക്കുന്നത്, പക്ഷെ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പം പ്രത്യേകം പ്രാർത്ഥിക്കണേ. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ പറയാം, മനുഷ്യന്റെ പ്രാർത്ഥനയെക്കാളും വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവിന്റെ പ്രാർത്ഥനയിലൊന്ന് ആശ്രയിക്കുക. Many people don't enjoy the intercession of Jesus seated at the right hand of the Father. പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്ന യേശുവിന്റെ ആ മധ്യസ്ഥതയെ ആസ്വദിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. They want someone to pray for them. അവർക്ക് വേറെ ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ ഇഷ്ടം. മുഴുവനോടെ അവിടെ ഇരിക്കുക വലത്ത് ഭാഗത്ത്. ആമേൻ. He's concerned of you. അവന് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. Can you say, I am the beloved of Jesus Christ? ഒന്ന് പറയാമോ, ഞാൻ യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട I am the beloved of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ യേശുവിന്റെ പ്രിയപ്പെട്ടവനാണ്? എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് എൻ്റെ ദിവസവും എല്ലാ കാര്യവും എല്ലായിടത്തും എല്ലാ ഇപ്പോഴും ജയോത്സവമായ എൻ്റെ ജീവിതം? കൈ പൊക്കിയാ പോരാ, ഇതിനകത്ത് കയറ്റണം, അകത്ത് കയറണം. Write it down in that spirit. അത് ആത്മാവിൽ I എഴുതണം. will lack nothing in my life. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. I will never be ashamed. ഞാൻ ഒരിക്കലും ലജ്ജിക്കുവാനിടയാകുകയില്ല. അവനെ നോക്കിയവർ പ്രകാശിതരാണ്. ആമേൻ. ഇന്ന് പകൽ എന്ത് സാഹചര്യമായിക്കോട്ടെ, എന്തൊരു വിഷയമായിക്കോട്ടെ, ഞാൻ നിൽക്കുന്നത് പാറയിന്മേല. ഇത് കുലുങ്ങി പോകുന്ന സാധനമല്ല. എൻ്റെ കാര്യങ്ങൾ ജയോത്സവമായി നടത്താൻ. Hallelujah. Hallelujah. And that is why the Bible says, അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു, today if you hear his heart, നിങ്ങൾ ഇന്ന് അവന്റെ ഹൃദയം കേൾക്കുന്നുവെങ്കിൽ, today if you hear his voice, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, do not harden your heart. നിങ്ങളുടെ ഹൃദയം കഠിനമായി പോകരുത്. You know why we cannot trust him fully? എന്തുകൊണ്ടാണ് നമുക്ക് അവനിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാത്തത്? Because our heart has become hard. കാരണം നമ്മുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു. Because of bitterness, കയ്പ് മൂലം, because of lack of love, സ്നേഹമില്ലായ്മ മൂലം, because of lack of fellowship. This all is കൂട്ടായ്മയില്ലായ്മ happening. മൂലം. ഇതെല്ലാം സംഭവിക്കുന്നത് കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട്. ആമേൻ. We are keeping the bitterness, we are keeping that all the wrong things inside of us. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കയ്പ് വെച്ചുകൊണ്ടിരിക്കുക. വേണ്ടാത്ത പല തെറ്റുകളും നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തു യേശുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന കോട്ടകളെല്ലാം കോട്ടകളായിരിക്കുക. ചെറിയൊരു ആലോചനയാണ് തുടങ്ങിയത്, ഇപ്പം കോട്ടയായിരിക്കുക. ഇന്ന് പകൽ അതിനെ ഇടിച്ചു കളഞ്ഞ് പറയണം, ഇല്ല, എൻ്റെ യേശു എന്നെ നടത്തും, അന്ത്യത്തോളം ജയോത്സവമായി നടത്തും. Jesus has finished everything. യേശു സകലതും നിവർത്തീകരിച്ചു. There is no more work for ഇനി us. ഒരു പ്രവൃത്തിയും തികയ്ക്കാനില്ല. But the Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നു, let us therefore be diligent to enter his rest. അതുകൊണ്ട് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമുക്ക് ഉത്സാഹിച്ചു നിൽക്കാം. ഉത്സാഹം, ആമേൻ. diligence, ഉത്സാഹം to enter his rest. അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതല്ല. You have to be diligent about it. നമുക്ക് ജാഗ്രതയോടെ ഉത്സാഹത്തോടെ നിൽക്കണം. അതൊരു പ്രവൃത്തിയാണ്. ആമേൻ. Work out to enter his rest. അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കാം. കർത്താവ് എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞല്ലേ, പിന്നെ ഇനി എന്തിനാ പ്രവൃത്തി? ഉണ്ട്. Diligence means talking to myself, breaking that stronghold and talking faith and trusting him. ഉത്സാഹം എന്ന് പറയുമ്പോൾ അവന്റെ വിശ്വാസം നമ്മൾ പറയുക, എതിരായിട്ട് ഉയരുന്ന കോട്ടകളെ ഇടിച്ചു തകർക്കുക, വിശ്വാസം പറഞ്ഞുകൊണ്ട് മുന്നേറുക. Hallelujah. ഹല്ലേലൂയ. Whatever is the situation, എന്തായിക്കോട്ടെ സാഹചര്യം, I will not be shaken. ഞാൻ ഇളകിപ്പോകയില്ല. That is diligence. അതാ ഉത്സാഹത്തോടെ, Diligence means utmost thirst. ആ ഉത്സാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ദാഹം. രണ്ട് സ്ഥലത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്നിത്, രണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നവൻ. ആമേൻ. സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കണം. ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇന്നത്തെ ഈ സഭായോഗം കഴിഞ്ഞ് നമ്മളെല്ലാവരും ബസ്സിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ബസ്സിലാണ് വന്നിരിക്കുന്നത്. ഓർത്തെ, ബസ്സിലാണ് വന്നത് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ.
ഇവിടുന്ന് നമ്മളെല്ലാവരും വന്നിരിക്കുന്ന കുമളിയിൽ നിന്നാണ് ഇവിടെ കോട്ടയത്ത് വന്നേ. ഈ മീറ്റിങ്ങിന് വന്നോ? കുമളിയിൽ നിന്നാണോ വന്നേ? വന്നു. കുമളിയിൽ നിന്ന്. മണി 11 11:15 കോട്ടയത്ത് നിന്ന് തിരിച്ച് കുമളി പോകാൻ 10 ബസ്സുണ്ട്. ഇനിയും കുമളിക്ക് പോകാൻ ബസ്സുകൾ കാണത്തില്ല എന്ന് മനസ്സിനകത്ത് കയറിയ നിങ്ങൾ നാട്ടുവിശേഷം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുവോ അതോ ബസ്സിൽ കയറാൻ നോക്കുവോ? കാര്യം എന്താ? ഇത് പോയാൽ ലെഫ്റ്റ് റൈറ്റ് അടിക്കേണ്ടി വരും കുമളി വരെ. ഞാനാണെങ്കിൽ പകുതി മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാ സജ്ജൻ പിടിച്ചോന്ന് പറഞ്ഞ് ഞാനും ഓടും. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അപ്പം എൻ്റെ ഉള്ളിൽ അതാ ഉത്സാഹം. എനിക്ക് ഈ സ്വസ്ഥത അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയതാ. എനിക്ക് ഈ സ്വസ്ഥത കിട്ടിയേ പറ്റൂ. അതിന് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേണ്ടാത്ത ഉയരുന്ന ആലോചനകൾ ഇട്ടിച്ചു കളയും. എൻ്റെ കൂട്ടു സഹോദരൻ അറിയാമോ, ഇതേ കുറ്റം പറയരുത്. ഞാനൊന്ന് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നോക്കുക. നോണ പറഞ്ഞോണ്ട് എനിക്കിതേ കേൾക്കണ്ട. ഇത് എനിക്ക് കർത്താവ് പറഞ്ഞ ആ സ്വസ്ഥത എനിക്കൊന്ന് അനുഭവിക്കണം. പൈസയുടെ കാര്യം നീ മിണ്ടരുത്. എൻ്റെ ദൈവം തക്ക സമയത്തിന് അത് തന്നിരിക്കും. എന്നാലും ഇല്ലല്ലോ, ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അവന്റെ കൃപ എൻ്റെ മേൽ പെരുകുമാറാക്കും. ഞാൻ അങ്ങനെ എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവനായി നടക്കും. I enter into that rest. ഞാൻ ആ സ്വസ്ഥതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. Break that stronghold. ആ കോട്ടയെ ഒന്ന് ഇടിച്ചു കളയാം. Put your trust in Jesus. നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവ് നിങ്ങൾക്ക് ആ സ്വസ്ഥത നിശ്ചയമായിട്ട് നൽകി തരും. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നമ്മളാകുമ്പോൾ ആ സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിൽ വരും. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷവും ഒരു ധൈര്യവും കൂടെ ചേർന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വസ്ഥത നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവം. ആ അനുഭവത്തിലാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി ജീവിക്കേണ്ടത്. അത് ഈ ലോകത്തെ ചുറ്റിനും നടക്കുന്ന ഒന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കാതെ, ഒരു പ്രയാസവും ഒരു പ്രശ്നവും തന്നെ ബാധിക്കാതെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയാളിയായിട്ടുള്ളൊരു ജീവിതം, അതാ യേശു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നിശ്ചയമായിട്ടും നിങ്ങൾക്കും അത് ലഭിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ആ രോഗബന്ധനങ്ങളെ കർത്താവ് അഴിക്കും. കാലിൻ്റെ അസ്ഥി വളഞ്ഞ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ആ അസ്ഥി നിവർന്നു വരും. ആ കാലിൻ്റെ വളവ് മൂലം നിങ്ങളുടെ കാലിന് വേദനയുണ്ട്, നടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്, കാലിന് മുടന്തായിട്ടൊക്കെ അത് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ നാളുകളായിട്ട് നിങ്ങൾ വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്. ഒരുപാട് പരിഹാസവും അതുമൂലം കേട്ട് ഹൃദയം തകർന്നായിരിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദര, ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. ആ വളഞ്ഞ അസ്ഥിയെ എൻ്റെ കർത്താവ് നിവർക്കാൻ പോവുക. അതുപോലെ തന്നെ കൈകൾ രണ്ട് നീളത്തിൽ ചേരാതെ ഇരിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് ആ കുറിയ കയ്യെ വളർത്താൻ പോവുക. വിശ്വസിക്കുന്നോ? യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കാൻ പോവുക. ഇപ്പോൾ തന്നെ ആ കൈ വളർന്ന് നേരെയാകും, ഒരേ നീളത്തിൽ വരും. അതുകൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങളും കർത്താവ് പൂർണ്ണമായിട്ട് വിടുവിക്കാൻ പോവുക. ഇന്ന് എൻ്റെ യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ്. നിശ്ചയമായിട്ട് ഈ അത്ഭുതങ്ങൾ സംഭവിക്കും. എത്ര പേരെ വിശ്വസിച്ച് അവൻ്റെ അരികിൽ വരും? ആ രക്തസ്രവക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുത്ത് ചെന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടതുപോലെ ഇന്ന് നമുക്ക് ആ കർത്താവിനെ ഒന്ന് തൊടാം. എത്ര പേർ റെഡിയാ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുക. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യേശു, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന യേശു, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൈകാലുകൾ വളരട്ടെ, പൂർണ്ണമായി ഒരേ ലെങ്ത് വരട്ടെ. ആ വളഞ്ഞ അസ്ഥി നിവർന്നു വരട്ടെ. കാലിൻ്റെ വളഞ്ഞ അസ്ഥി ഇപ്പോൾ തന്നെ നിവർന്നു വരട്ടെ. മൂക്കിൻ്റെ പാലം വളഞ്ഞത് മൂലം ശ്വാസതടസ്സം അനുഭവിക്കുന്ന, മൂക്കിനകത്ത് ഇപ്പോൾ ഒരു തടിപ്പ് മൂലം, ഒരു ഗ്രോത്ത് മൂലം ശ്വാസതടസ്സം അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ തടിപ്പ് അപ്രത്യക്ഷമായി പോകട്ടെ. ആ വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ.
ക്രിയേറ്റീവ് മിറക്കിൾസ് ഇപ്പോൾ തന്നെ അവിടെ നടക്കുകയാണ്. ഇല്ലാത്ത അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയത് പുതുതായി സൃഷ്ടിക്കപ്പെടാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി സൗഖ്യമാകുക. കിഡ്നിക്കകത്തെ സ്റ്റോൺ, അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ, അതൊക്കെ ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതിന് എൻ്റെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കാൻ പോകുക. അപ്പോൾ ആ സ്റ്റോണുകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഈ നിമിഷം തന്നെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകിയിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ ശരീരങ്ങളെ തൊട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, സാമ്പത്തികമായ വിടുതലുകൾ ഇപ്പോൾ തന്നെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. ആ ബിസിനസ്സിൻ്റെ തകർച്ച മാറട്ടെ. കടഭാരങ്ങളെ ശാസിക്കുന്നു, കുടുംബത്തിലെ അസമാധാനത്തെ ശാസിക്കുന്നു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങി ഇരുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ദുഷ്ടനെ ഞാൻ ശാസിച്ച് പുറത്താക്കുക. കർത്താവെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ കുടുംബത്തെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾ ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോകാനായിട്ടല്ല കർത്താവിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് അത്ഭുത വിടുതൽ നൽകിയിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ആ അസ്ഥി നിവർന്നു, ആ ലെങ്ത് ഈക്വലായി, കൈകാലുകൾ നിവർന്ന് നീളം വർദ്ധിച്ച് തുല്യ അളവിലായി കഴിഞ്ഞു. ഉറപ്പാണ്, കർത്താവ് സൗഖ്യം തന്നു. ആ വേദന മാറി. ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ സൗഖ്യം നിങ്ങൾക്ക് വെളിപ്പെടും. താഴെ കാണുന്ന നമ്പറിൽ അത് വിളിച്ചു പറയാൻ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും ഊർജ്ജം പകരുന്നതാണ്. അതുകൊണ്ട് ദയവായിട്ട് അത് വിളിച്ചു പറയണമേ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ നമ്പറുകളിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും, ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൽ ശാപവിമുക്തി മറ്റന്നാൾ തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്ന